ഞാനിപ്പോൾ ഈ സ്കൂളിനെ ദത്തെടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലും. ഈ സ്കൂളിനെ ദത്തെടുത്ത് അവരെ സക്സസ്ഫുള്ളാക്കി ലോകത്തിൻ്റെ മുന്നിൽ ഈ കുട്ടികളെ ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളാക്കി കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒരു മാതൃകയാക്കുന്ന ഒരു സ്കൂളായിരിക്കും ഇത്. ഇത് ആദ്യമേ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കാരണം പറഞ്ഞാൽ പിന്നെ എനിക്ക് പ്രോഗ്രാം നിർത്തിയില്ലല്ലോ. അപ്പം ഇത് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള 2 പേര് ഫോർട്ട് കൊച്ചിയിലുണ്ട്. എൻ്റെ അപ്പം ഈ പറഞ്ഞ ഞായറാഴ്ച ഞാൻ അവരെ 11 മണിക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചോറെല്ലാം കൊടുത്ത് 4 മണിയാകുമ്പോൾ ഞങ്ങൾ കാറിന് ചെന്ന് അവിടെ ചെന്ന് ഇവരെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കും. ആ സ്കൂളിലെ കുട്ടികൾ അവർക്കറിയാവുന്ന പാട്ടോ ഡാൻസ് എന്തെങ്കിലും കഴിയുക, അറ്റ്ലീസ്റ്റ് ജനഗണയെങ്കിലും അവർ ശരിക്കും പാടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലും ചാനലിലും ഇട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുകയാണ്. ജയസൂര്യക്ക് കത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാദ്യാർ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞവർക്ക്. അതായത് ഒരു തല്ലിപ്പുള്ളി സ്കൂളിൽ വടക്ക് സാറായിട്ട് ചെന്നിട്ട് അവസാനം സ്കൂളിനെ പ്രൊമോട്ട് ചെയ്ത് അവസാനം സ്കൂൾ ഭയങ്കര സക്സസ് ആയിട്ട് അവാർഡ് മേടിക്കുന്നതാണ് ജയസൂര്യ. അതെ, ജയസൂര്യോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഫംഗ്ഷന്റെ എൻഡിൽ താൻ വരണം. ഈ സ്കൂളിന്റെ ഈ കാഴ്ചപ്പാട് മറ്റു സ്കൂളുകളിൽ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാട് ചെയ്യാമെന്ന് ഞാൻ ചെയ്തോളാം, എൻ്റെ ഫീസ് തന്നാൽ മതി. ഇപ്പം എനിക്ക് ആരും ഒന്നും തരണ്ട, താൻ അറിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മെയിലയക്കുകയാണെന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ക്ഷണിക്കുന്നത് തുടക്കം മുതൽ ഇത് അറിഞ്ഞിരിക്കാനാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ തനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വ്യാപാരി വ്യവസായി സംഘടനയെന്ന് പറയാതെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. വ്യാപാരികളുടെ മക്കളുടെ സ്കൂളിൽ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഈ സംഭവം ചെയ്യാൻ പറ്റിയ തൻ്റെ ഒരു കൂട്ടുകാരനുമുണ്ട്. അയാൾ വിളിച്ചാൽ അയാൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു എന്ന് പറയണം. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒന്നും പറയണ്ട, വിജയിച്ചതിന് ശേഷം പറഞ്ഞത്. കാരണം എനിക്ക് ധൈര്യം പക്ഷെ താഞ്ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചില്ലെങ്കിലോ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അത് മറ്റൊന്ന് തന്നെ പ്രധാന കാരണം ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയ്ക്ക് ഞാൻ മലാലയെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പം മലാല ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഏഷ്യയിൽ അതിനുള്ള അവകാശമുള്ള ആൾ ഞാൻ മാത്രമാണ്. ആ ഇന്റർവ്യൂ ടീമിൽ കയറിയിരിക്കാൻ ഞാൻ ഒക്ടോബറിൽ ഒരു ആസ്ട്രോനോട്ടിനെ ഇന്റർവ്യൂ എടുത്തിരുന്നു. ഒരു 6 തവണ സ്പേസിൽ പോയിട്ട് വന്ന ആസ്ട്രോനോട്ടിനെ ഇന്റർവ്യൂ എടുത്തായിരുന്നു ഞാൻ. പിന്നെ കഴിഞ്ഞ മാസം സൗത്ത് ആഫ്രിക്കയിലെ ഒരു സൈക്യാട്രിസ്റ്റിനെ ഇന്റർവ്യൂ എടുത്തു. ഇന്റർവ്യൂ എടുത്തത് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്, ചാനലുകൾക്ക് കൊടുക്കുന്നുണ്ടോ? എന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലേക്ക് കിടപ്പുണ്ടാവും. അപ്പൊ തനിക്ക് പറ്റുമെങ്കിൽ താൻ തരിക, ഇല്ലെങ്കിൽ വൈഫോ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറയുക. ഞാൻ SMS അയക്കാം.